ഇതിലെ നമ്മുടെ പാവ ഒരു ഹമീദ് മാഷുണ്ട് ഇവിടെ. സാധുവിനെ കഴിഞ്ഞ ടൈമിൽ ഞാൻ ഒരു ക്ലിപ്പ് ഇട്ട്, അപ്പൊ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പിന്നെ ആ ഭാഗം മിണ്ടാട്ടൊരു കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഇനിയും ഞാൻ അതിനെ കയറി പിടിക്കുന്നുള്ളതുകൊണ്ട് ആ ഭാഗം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗം മ്യൂട്ടാക്കിയിട്ട് വിട്ട. ഈ വന്നു കൂടിയിട്ടുള്ള ആളുകൾ കഴിഞ്ഞ വാർഷികത്തിൽ പറഞ്ഞ അതേ വാർത്ത ഞാൻ ആവർത്തിക്കുകയാണ്. ആത്മീയമായ സമാധാന ചികിത്സയിൽ വഴി കിട്ടുന്ന സമാധാനത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ എത്തിച്ചേർന്നത്. ആരോഗ്യരംഗത്ത്, ഭൗതിക രംഗത്ത് ഡോക്ടർമാരും മറ്റുള്ളവരും പരാജയപ്പെടുമ്പോൾ നമുക്ക് ഏക ആശ്രയമായി നിൽക്കുന്നത് ഈ ആത്മീയമായ സമാധാനം. അതിനാണ് നമ്മളെല്ലാം ഒരുമിച്ച് കഴിഞ്ഞ സമ്മേളനത്തിൽ ഈ ഒരു വാക്യം ഇവിടെ പറഞ്ഞതിന്റെ പേരിൽ മുജാഹിദ് ബാലുശ്ശേരി വായക്കാട് വന്ന് അതിനെ വിമർശിക്കുകയുണ്ടായി. മുജാഹിദ് ബാലുശ്ശേരി വായക്കാട് വന്ന് അതിനെ വിമർശിക്കുകയുണ്ടായി. നമുക്ക് എട്ടാമത്തെ ക്ലിപ്പ് ഒന്ന് കേടാം. പലപ്പോഴും ഞങ്ങളൊക്കെ ഇവിടെ കമ്മിറ്റിക്കാരെന്ന നിലയിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ വരുന്ന ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കുമ്പം അത്ഭുതമാണ്. അത് ഓരോരുത്തർ നമുക്ക് എണ്ണി പറയാൻ കഴിയില്ല. ഒരുപാട് മഹാ അത്ഭുതങ്ങളാണ്. മെഡിക്കൽ സയൻസിൽ മരുന്നില്ലാത്ത ഒഴിവാക്കിയ എല്ലാ അസുഖങ്ങളും അത് ഇവിടെ തന്നാൽ പിന്നെ അവസാനം ഉസ്താദിനോട് പറയാണ്, ഉസ്താദിൻ്റെ അടുത്തുള്ള മരുന്നെന്താ? നമുക്ക് ദ്വാരക്കാം, മജ്ലിസിൽ ദ്വാരക്കാം. ഉസ്താദ് ഏതൊക്കെ മജ്ലിസിൽ ചെന്നോ അവിടെയൊക്കെ ഈ വസിയ്യത്ത് ചെയ്ത ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ കൂടിയാണ് ആരുടെയൊക്കെയോ ആമീൻ അള്ളാഹു തആല സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കൽ വഴി അദ്ദേഹത്തിൻ്റെ അസുഖം പ്രയാസം അങ്ങനെ മാറി വന്നവർ എത്രയോ നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ട്. ഉസ്താദിനോട് പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്, ഓഫീസിൽ വന്ന് ഇങ്ങനെ പറഞ്ഞവരുണ്ട്, എഴുതി തന്ന് പറഞ്ഞവരുണ്ട്. ഒരുപാട് നേരിട്ട് അനുഭവം ഞങ്ങൾക്കുണ്ട്. അതാണ് ഈ സദസ്സിൻ്റെയൊക്കെ പ്രത്യേകത. നിങ്ങളൊക്കെ വന്നത് ആ ഉദ്ദേശത്തോടു കൂടിയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ആംബുലൻസിനും കൂടി ഇട്ടോ. നിങ്ങളുടെ വലതുവശത്തുള്ള ഇത്ര ഹോസ്പിറ്റലിന്റെ സമീപത്തേക്കും കൊണ്ടോട്ടി ഇടവണ്ണപ്പാറ അരീക്കോട് ഭാഗത്തേക്ക് പോകുന്നവർ നിങ്ങളുടെ ഇടതുവശത്തുള്ള ചീനി ബസാർ ഭാഗത്തേക്കും നീങ്ങേണ്ടതാണ്. വിശ്വാസികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആരും കൂട്ടം കൂടി നിന്നുകൊണ്ട് വഴി തടസ്സപ്പെടുന്നത് എന്ന് കൂടി ഉറപ്പുപ്പെടുത്തുന്നു. കോഴിക്കോട് രാമനാട്ടുകര പവർ ഹോസ്പിറ്റലിന്റെ സമീപത്തേക്കും ഇടവണ്ണപ്പാറ അരീക്കോട് കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകുന്നവർ നിങ്ങളുടെ ഇടതുവശത്തുള്ള ചീനി ബസാർ ഭാഗത്തേക്ക് അരീക്കോട് ഇടവണ്ണപ്പാറ ഭാഗത്തേക്ക് പോകുന്നവർ നിങ്ങളുടെ ഇടതുവശത്തുള്ള ചീനി ബസാർ മെഡിക്കൽ സയൻസ് തോറ്റെടുത്ത് അത്ഭുതം കാണിക്കുന്നിടത്തൂടെയാണ് ആംബുലൻസ് പോണ്. എന്നിട്ട് ആ ആംബുലൻസിന് വേഗം പോകാനുള്ള ശരിക്കും പറയേണ്ട ആംബുലൻസ് പോലെ അത്ഭുതം കാണിക്കുന്ന ആള് ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് കയറിക്കോളി എന്നല്ലേ പറയുന്നുണ്ട്, അറിയില്ല. പിന്നെ നിങ്ങൾ കണ്ടില്ലേ മോരും മുതിരയും വെച്ച മാതിരിയാണ് ആണും പെണ്ണും. അതിലൊന്നും വരക്ക് നിങ്ങൾ ചോദിച്ചു നോക്കുക ഒരു പെണ്ണിനോട്, മോളെ സിനിമക്ക് പോയലുണ്ടോ? ഉണ്ട്. ടൂർ പോയലുണ്ടോ? ഉണ്ട്. ഓണത്തിന്റെ ഉത്സവത്തിന് വേണ്ടോ? ഉണ്ട്. 4 ആള് ഗാനമേ നടത്തി അവിടെ പോലുണ്ടോ? ഉണ്ട്. ഇതുപോലുള്ള സ്ഥലത്ത് പോയാലുണ്ടോ? ഉണ്ട്. അവിടെ മോരും മുതിരയും വെച്ച മാതിരി അന്യ പുരുഷന്മാരുടെ കൂടെ ഇടകലാറുണ്ടോ? ഉണ്ട്. നിന്റെ മാറും അവന്റെ മാറും ഒന്നിച്ചു ചേരാറുണ്ടോ? ഉണ്ട്. പള്ളി പോകാറുണ്ടോ? ഇല്ല. ഇവിടെ ഒരു പള്ളി ഉണ്ടല്ലോ, അതിൽ കയറൂല. അതിന്റെ പരിസരത്തും കാട്ടിലും കുറ്റിക്കാട്ടിലും ഒക്കെ ഇരുന്നാ പറഞ്ഞ് മൊയ്ലിയരെ ആണും പെണ്ണും ആ കുറ്റിക്കാട്ടിലും കാട്ടിലും ഒക്കെ ഇരുന്ന് പള്ളി കയറി കുത്തിരിക്കൂല. എന്താ? പള്ളി ഹറാമാണ്. ഞാൻ ചോദിച്ചു, ലോകത്ത് അല്ലാഹുവിന്റെ മസ്ജിദിനോട് ഇത്ര വെറുപ്പുള്ളൊരു വിഭാഗം നിങ്ങളെപ്പോലെ ലോകത്തുണ്ടോ?